കോവിഡിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? പലരും ചോദിക്കും. എന്നാൽ മട്ടാഞ്ചേരിക്കാർ ഇപ്പോഴും കോവിഡിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു കാര്യമുണ്ട്. നിങ്ങളിൽ പലരും കോവിഡ് കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ മട്ടാഞ്ചേരിക്കാർക്ക് അത് മറക്കാൻ കഴിയില്ല. കോവിഡ് കാലത്ത് പൂട്ടിയ മട്ടാഞ്ചേരി ടൗൺ ഹാൾ ഇന്നും ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. സ്വകാര്യ ലോബികളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് കോർപ്പറേഷൻ ഇനിയും ടൗൺ ഹാൾ തുറക്കാത്തത് എന്നാണ് ജനങ്ങളിൽ ചിലരുടെ ആക്ഷേപം. ഇപ്പോൾ നമ്മൾ കണ്ടത് കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ദൃശ്യങ്ങളാണ്. ഇനി കാണിക്കാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിൽ കൊച്ചിൻ കോർപ്പറേഷനും അവിടുത്തെ കൗൺസിലർമാരും ജീവനക്കാരും എല്ലാം ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിനി ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇത് മട്ടാഞ്ചേരി ടൗൺ ഹാൾ. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി കൊച്ചിൻ കോർപ്പറേഷന്റെ മാലിന്യ ശേഖരണ കേന്ദ്രമാണ്. പ്രതിമാസം 1 ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്ന ടൗൺ ഹാളിന് പൂട്ടുവീണത് കോവിഡ് കാലത്ത്. പിന്നീട് തുറക്കാൻ അധികൃതർ മനസ്സു കാണിച്ചില്ല. എന്താണ് കാരണമെന്നും ആർക്കും അറിയില്ല. പൂട്ടിയിട്ടിട്ട് ലാഭം കണ്ടെത്തുന്ന എന്ത് സിസ്റ്റമാണ് കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബ്രഹ്മപുരത്തെ കത്തിക്കലിന് ശേഷം പ്ലാസ്റ്റിക് മൊത്തം ഇങ്ങോട്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മിനി ബ്രഹ്മപുരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ചെയ്യുന്ന അനീതി എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടാണ്. വിവാഹങ്ങൾക്കുൾപ്പെടെ സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന ടൗൺ ഹാൾ തുറക്കാത്തതിന് സ്വകാര്യ ഓഡിറ്റോറിയങ്ങളെ സഹായിക്കാനെന്നാണ് ആക്ഷേപം. കൗൺസിലർമാരോട് പറഞ്ഞെങ്കിലും മൗനമായിരുന്നു മറുപടി. ഇപ്പോൾ തന്നെ ടൗൺ ഹാള് ഇപ്പോൾ നന്നാക്കും, ഇപ്പം ശരിയാക്കും എന്ന് പറയുന്നതല്ലാതെ, അതിനുവേണ്ടി ഫണ്ട് പാസ്സായി എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വിവാഹം നടത്താം. ഇനിയെങ്കിലും നഗരസഭ കണ്ണു തുറന്നില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് 25,000 30,000 രൂപ ചെലവാക്കിയാണ് ഇന്ന് ഈ പാവങ്ങൾ വിവാഹ ആവശ്യങ്ങളും മറ്റും നടത്തുന്നത്. ടൗൺ ഹാളിന് പുറമെ കൂവപ്പാടം കമ്മ്യൂണിറ്റി ഹാളും കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. കൽവത്തി കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. കോർപ്പറേഷന് കീഴിലുള്ള ഹാളുകൾ അടച്ചുപൂട്ടിയതിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് കോർപ്പറേഷൻ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കാതെ ഇങ്ങനെ അടച്ചിടുന്നതിലൂടെ എന്ത് ലാഭമാണ് കോർപ്പറേഷൻ ലഭിക്കുന്നതെന്ന് വ്യക്തമാക്കണം. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24.